live session from Tiju's Academy regarding OET listening, and this is Reshma Karthika. Okay, so നമ്മുടെ വീക്ക്ലി ലൈവ് സെഷൻസിൻ്റെ അടുത്ത സീരീസിലേക്ക് ഐ എം വെൽക്കമിങ് യു. ഓക്കെ, സോ ഇന്ന് നമ്മൾ നമ്മുടെ OET ലിസണിങ്ങിൻ്റെ പ്രാക്ടീസിൻ്റെ സമയത്ത് അൾട്ടിമേറ്റ്ലി എല്ലാവരും മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് ടിപ്സിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് പോഡ്കാസ്റ്റ് ലിസണിങ്, വാട്ട് ആർ പോഡ്കാസ്റ്റ്, ഇതെങ്ങനെയാണ് നമ്മൾ OET ലിസണിങ്ങിൻ്റെ പ്രിപ്പറേഷനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ എല്ലാ ആസ്പിരൻസും നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ആക്ടിവിറ്റിയാണ് പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളത്. സോ നമുക്കിന്ന് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് പോവാം. Okay, and today's session will be concentrating of podcast. What is podcast? What are the use of podcast in OET preparation? And what all are the beneficial podcasts for OET aspirants? Okay, ഫൈനലി ഫ്യൂ എക്സാമ്പിൾസും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു സെഷനാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ഫോർ അവർ പാർട്ടിസിപ്പൻസ് ടു ജോയിൻ. ഓക്കെ, സോ എല്ലാവരും വളരെ ആസ് ഐ ഓൾവേസ് സേസ് എല്ലാവരും വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രാക്ടീസസൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ടുഡേ നമ്മുടെ പ്രാക്ടീസ് സെഷനിൽ ലിസണിങ്ങിൻ്റെ പ്രാക്ടീസ് സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എന്ന വണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഐ എം വെൽക്കമിങ് യു ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ ആൻഡ് വി ഹാവ് ശ്രീജ മോഹനൻ. ഹായ്, ഗുഡ് മോർണിംഗ്. നീതു, ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്, ഐ എം ഗുഡ് നീതു. ഹൗ ആർ യു ബൈ ദ വേ? യെസ്, ഓക്കെ. സോ നമ്മുടെ പാർട്ടിസിപ്പൻസ് വൺ ബൈ വൺ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ. Okay, as I mentioned, today's session is exclusively focusing on podcasts. Okay, Tindu, hi, good morning, Tindu. Amrita, hi, Amrita. Hi. Aaron, hi, good morning. Good morning, Amrita. Okay. So, before beginning the session, I'll give you a bit background. Okay, so why we are discussing podcast? എന്തുകൊണ്ടാണ് നമ്മൾ പോഡ്കാസ്റ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ബിക്കോസ് പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളത് എവ്രി ആസ്പിരൻസ് ഹു ആർ വെരി ഈഗർ ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, സോ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു ലാംഗ്വേജിൽ നമ്മൾ എക്സ്പേർട്ട് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് എന്നുള്ളത് ലേൺ ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു ലാംഗ്വേജിൽ മാക്സിമം എക്സ്പോഷ്യർ ഉണ്ടാക്കുക എന്നുള്ളത്. സോ മാക്സിമം എക്സ്പോഷ്യർ ടു ദ ലാംഗ്വേജ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ യുവർ ലേണിംഗ്. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ ഇഫ് യു റിയലി wanted to learn a language in an efficient way, or you become a proficient in English, you want to become a proficient in English language, you have to give yourself maximum exposure to the language. Okay, that's the first and foremost thing. Language il maximum exposure വേണം. So for exposure ന് വേണ്ടിയിട്ട്, ഒരു ലാംഗ്വേജിലുള്ള എക്സ്പോഷറിന് വേണ്ടിയിട്ട് you can do reading and listening. ഓക്കെ, ടു ഗെറ്റ് എക്സ്പോഷ്യർ ഫ്രം ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, ആ ലാംഗ്വേജിലുള്ള ഇപ്പം എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സ്പെർട്ട് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫേസ്റ്റ്ലി റീഡ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള മെറ്റീരിയൽസ് റീഡ് ചെയ്യുക, ആൻഡ് യു ഹാവ് ടു ലിസൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഓഡിയോ മെറ്റീരിയൽസൊക്കെ ലിസൺ ചെയ്യുക. ഈ രണ്ട് ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ നമ്മുടെ എക്സ്പോഷ്യർ കൂട്ടുന്നത്, അല്ലേ? നമ്മൾ ഡെയിലി അത് റീഡ് ചെയ്യുക, ഡെയിലി അത് കേൾക്കുക, ഹിയർ ചെയ്യുക, ലിസൺ ചെയ്യുക. ഈ രണ്ട് രീതിയിലൂടെയാണ് ലാംഗ്വേജിലുള്ള എക്സ്പോഷ്യർ നിങ്ങൾ കൂട്ടുന്നത്. വൺസ് നിങ്ങൾ എക്സ്പോഷ്യർ കൂട്ടിക്കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഡു ഈസ് പ്രാക്ടീസിങ്. നമ്മൾ ഒരു തവണ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
പഠിച്ച കാര്യങ്ങൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ 2 കാര്യങ്ങളിലൂടെയാണ് യു ബിക്കം പ്രൊഫഷണൽ ഓർ യു ബിക്കം ആൻ അഡ്വാൻസ്ഡ് യൂസർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എനി ലാംഗ്വേജ്, എല്ലാ ലാംഗ്വേജിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ലാംഗ്വേജ് ലേണിംഗ് മാത്രമല്ല, ഇൻ എവറി ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ എല്ലാ ലൈഫ് ആസ്പെക്ട്സിലും ലേണിംഗ് എന്നുള്ളൊരു പ്രോസസ്സിങ് നടക്കുന്നത് ഈ രീതിയിലാണ്. എക്സ്പോഷർ കിട്ടുക ആൻഡ് പ്രാക്ടീസ് ചെയ്യുക. ഈ 2 കാര്യത്തിലൂടെയാണ് ഫ്രം ദ ബിഗിനിങ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ലൈഫിൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് അഡൽട്ട്ഹുഡ് വരേക്കും അല്ലെങ്കിൽ നമ്മുടെ എൽഡർലി ആ ഒരു പീരീഡിലെല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ലൈക്ക് വൈസ് വെൻ യു വോണ്ട് ടു learn a language, especially English language, firstly you should get maximum exposure in that language, and after that you should practice it regularly. നമ്മൾ എക്സ്പോഷർ കിട്ടിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് കോണ്ടൻറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ്പോഷറും പ്രാക്ടീസും എങ്ങനെ OET ലിസണിങ്ങിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ പ്രാക്ടീസിൽ നമ്മൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് മൈ എയിം ഫോർ ടുഡേയ്സ് സെഷൻ. ഓക്കെ, ഇന്നത്തെ സെഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സോ വി ഹാവ് ഐശ്വര്യ. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഓക്കെ, ഐ ഹോപ്പ് വിത്തൗട്ട് എനി ഡിലേ വി ക്യാൻ സ്റ്റാർട്ട് ദി സെഷൻ. ഓക്കെ, സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യലി ഉള്ള കാര്യം അത് ഒന്ന് നോക്കിയേക്കുക. നമ്മുടെ ആസ് ദി ഹെഡിങ് you can see in the screen the title which is titled as the power of podcast for OET listening preparation. Okay, the power of podcast. So power എന്ന് പറയുന്നത് it's a പവർഫുൾ ടേം എന്ന് പറയാം അല്ലേ. പവർ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പവർ ഉണ്ട്. ഓക്കെ, സോ ആ ഒരു പവർ ഓഫ് പോഡ്കാസ്റ്റിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ പവർ എന്താണ്, നിങ്ങളുടെ ലിസണിങ്ങിൻ്റെ പ്രിപ്പറേഷനിൽ എന്താണ് പോഡ്കാസ്റ്റിൻ്റെ പവർ എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ വിച്ച് ഇസ് ടൈറ്റിൽഡ് ആസ് ദ പവർ ഓഫ് പോഡ്കാസ്റ്റ് ഫോർ OET ലിസണിങ് പ്രിപ്പറേഷൻ. ഓക്കെ, സോ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാമോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ പ്രൊഫഷൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് മാക്സിമം എക്സ്പോഷർ ടു ദ ലാംഗ്വേജും കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസും ആണെന്ന് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ വി ക്യാൻ ഗെറ്റ് സക്സസ്ഫുൾ OET. ഓക്കെ, സോ OET ടു ഗെറ്റ് സക്സസ്ഫുൾ ഇൻ OET വി നീഡ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം. ഓക്കെ, ടു ഗെറ്റ് സക്സസ്ഫുൾ ഇൻ OETയുടെ ജനറലി പറയുകയാണ് കേട്ടോ. ഫോർ ഓൾ 4 മൊഡ്യൂൾസിനും നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. ഇനീഷ്യലി വി നീഡ് സ്ട്രോങ് ലാംഗ്വേജ് സ്കിൽസ്. ആസ് യു ഓൾ നോ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് നിങ്ങളുടെ അസസ് ചെയ്യുന്നത്, ഇത് നമുക്കറിയാം. പക്ഷേ യു നീഡ് എ സക്സസ്ഫുൾ സ്കോർ. ഓക്കെ, നമ്മൾ ഡ്രീം സ്കോർ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ലാംഗ്വേജ് സ്കിൽസ് വേണം. ഓക്കെ, ഫോർ ഡ്രീം സ്കോർ യു നീഡ് സ്ട്രോങ് ലാംഗ്വേജ് സ്കിൽസ്. ഓക്കെ, സോ സ്ട്രോങ് ലാംഗ്വേജ് സ്കിൽസ്, അതായത് റീഡിങ്ങിലാട്ടെ, ലിസണിങ്ങിലാട്ടെ, റൈറ്റിങ്ങിലാട്ടെ, സ്പീക്കിങ്ങിലാട്ടെ, ഇതാണ് നിങ്ങളുടെ ബേസിക് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിൽ സ്ട്രോങ് സ്കിൽസ് വേണം നമുക്ക് എക്സ്പേർട്ട് ആവണമെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ ഫർദർ കമ്മ്യൂണിക്കേഷനും ഫർദർ കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൾസോ റിക്വയർ സ്ട്രോങ് ലാംഗ്വേജ് സ്കിൽസ്, എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും. ഓക്കെ, second one is understanding of complex medical information. That is the next skill, next requirement for to get successful in OET. Okay, OETയിൽ നമുക്ക് കോംപ്ലെക്സ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഫർമേഷൻ, മെഡിക്കൽ ടെർമിനോളജീസ്, മെഡിക്കൽ യൂസേജസ്, ഫ്രേസസ്, അബ്രിവേഷൻസ്, ഇങ്ങനെയുള്ള മെഡിക്കൽ ഇൻഫർമേഷനും ഒക്കെ ആയിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓക്കെ, അപ്പം വിത്തൗട്ട് മെഡിക്കൽ ഇൻഫർമേഷൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമുക്ക് അതൊരു സക്സസ്ഫുൾ ജേർണി ആയിരിക്കില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആൻഡ് ദി ഫൈനൽ വൺ എന്ന് പറയുന്നത് ഇൻറ്ററാക്ട് എഫക്റ്റീവ്ലി ഇൻ ഫോമൽ ആൻഡ് മെഡിക്കൽ ലാംഗ്വേജ്. ഓക്കെ, ഇത് സ്പീക്കിങ്ങിലാണ് ആ ഒരു കാര്യം കുറച്ചും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ടു ഇൻറ്ററാക്ട് എഫക്റ്റീവ്ലി ഇൻ ഫോമൽ ആൻഡ് മെഡിക്കൽ ലാംഗ്വേജ് അല്ലേ. നമ്മൾ കാഷ്വലി നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് പോലെയോ നമ്മുടെ ഫാമിലിനോട് സംസാരിക്കുന്ന പോലെയോ അല്ല നിങ്ങൾ OETയിൽ നിങ്ങൾ പേഷ്യൻറ്റിനോട് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സിനാരിയോ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. പേഷ്യൻ്റെ കൺസേൺസ് ചോദിക്കുന്ന ആ സിനാരിയോ. സോ യു നീഡ് എ വെൽ ഡെവലപ്ഡ് റാപ്പോ ബിറ്റ്വീൻ യുവർ പേഷ്യൻ്റ് ആൻഡ് യു അല്ലേ. വേണം നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യണം. അതായത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് വി നീഡ് എഫക്റ്റീവ് ഫോമൽ ആൻഡ് മെഡിക്കൽ ലാംഗ്വേജ്. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഫോമൽ ആൻഡ് മെഡിക്കൽ ലാംഗ്വേജിലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് OETയിൽ സക്സസ്ഫുൾ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രീം സ്കോഴ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ
ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ്. സോ എസ്പെഷ്യലി ഞാൻ പറയുകയാണ്, പോഡ്കാസ്റ്റ് ലിസണിങ് ഇസ് നോട്ട് ഓൺലി ഫോർ യുവർ ലിസണിങ് മൊഡ്യൂൾ വിച്ച് ഇസ് ബട്ട് ഓൾസോ ഫോർ യുവർ ഓൾ മൊഡ്യൂൾസ്. നമ്മുടെ 4 മൊഡ്യൂൾസിനും നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളത്. ആൻഡ് വി ഹാവ് രശ്മി ആൻഡ് ഗൗരവ്. ഹായ്, ഗുഡ് മോർണിംഗ് ഗൗരവ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് പോഡ്കാസ്റ്റ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ജനറലി പോഡ്കാസ്റ്റ്? ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റുകൾ പല വഴിക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, പല സൈറ്റുകളിലും അല്ലെങ്കിൽ പല ടിപ്പ് സെഷനുകളിലും ഒത്തൻറ്റിക് ആയിട്ടുള്ളതും അല്ലാത്തതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യണം, പോഡ്കാസ്റ്റ് കേൾക്കണം. അപ്പം നമുക്കുള്ള സംശയമാണ്, വാട്ട് ഈസ് ബേസിക്കലി ആ പോഡ്കാസ്റ്റ്? എന്താണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് എന്നുള്ളത് ഇറ്റ്സ് എ മെയിൻ ഡൗട്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു മെയിൻ കൺസേൺ ആയിരിക്കും. സോ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് പോഡ്കാസ്റ്റ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് തരും, എന്താണ് പോഡ്കാസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൽ. ഓക്കെ, സോ നമുക്കതിൻ്റെ എന്താണ് വാട്ട് ഈസ് പോഡ്കാസ്റ്റ് നോക്കാം. A podcast is a digital audio program consisting of a series of audio episodes that you can download or stream from the internet. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഓഡിയോ പ്രോഗ്രാംസിനെയാണ് നമ്മൾ പോഡ്കാസ്റ്റുകൾ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ വെബ് സീരീസുകൾ പോലെ തന്നെ ഇതും സീരീസായിട്ട് എപ്പിസോഡിക്കായിട്ടായിരിക്കും പോഡ്കാസ്റ്റുകൾ സ്ട്രീം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം റേഡിയോസ് ലിസൺ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷേ റേഡിയോനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്കിത് പ്ലേ ചെയ്യാം. അതാണ് നമ്മുടെ ഒരു നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈമിൽ ഇത് നമുക്ക് പ്ലേ ചെയ്യാം. സോ ഇൻ്റർനെറ്റിൽ യു നീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ആൻഡ് യു നീഡ് നമുക്ക് ഫോൺ വേണം, നമുക്കൊരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങൾക്കിത് അക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പോഡ്കാസ്റ്റ് ഇസ് എ ഡിജിറ്റൽ ഓഡിയോ പ്രോഗ്രാം കൺസിസ്റ്റിംഗ് ഓഫ് എ series of audio episodes that you can download or stream from the internet. ഓക്കെ, അപ്പോൾ അതിനകത്ത് ടോപ്പിക്സുകളും ഇപ്പോൾ ഈ ഓഡിയോ കണ്ടൻറ്റ് എന്ന് പറയുമ്പം, ഓഡിയോ പ്രോഗ്രാം എന്ന് പറയുമ്പം ഒരുപാട് കോണ്ടൻറ്റ് അതിനകത്ത് വരും. എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടൻറ്റ് അതിനകത്ത് വരും. ഓക്കെ, ബാക്കി നോക്കാം നമുക്ക്. ഇറ്റ് വർക്ക്സ് വെരി മച്ച് ലൈക്ക് ആൻ ഓഡിയോ ഷോ, ലൈക്ക് എ റേഡിയോ ഷോ. സോ ആസ് ഐ സെഡ് ഏർലിയർ, ഒരു റേഡിയോ ഷോ, നമ്മളൊരു റേഡിയോ ലിസൺ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റും ലിസൺ ചെയ്യാം. ബട്ട് വിത്ത് വൺ മേജർ ഡിഫറൻസ്. ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ്. യു ക്യാൻ സബ്സ്ക്രൈബ് ടു എ പോഡ്കാസ്റ്റ് ആൻഡ് ലിസൺ ടു എനി ടൈം യു വാണ്ട്. നമ്മൾ വൺസ് ഒരു പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോ അല്ലെങ്കിൽ ഫോളോ ചെയ്തോ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ലിസൺ ഇറ്റ് എനി ടൈം യു വാണ്ട്. നമുക്ക് എപ്പോൾ സമയത്ത് വേണമെങ്കിലും, നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന, പ്ലേ ചെയ്യാൻ പറ്റുന്ന, ലിസൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോഡ്കാസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ വെച്ച് നോക്കും, റേഡിയോയിൽ നമ്മളല്ലല്ലോ പ്ലേ ചെയ്യുന്നത്. റേഡിയോയിൽ അവർ ലൈവ് സ്ട്രീമിംഗ് ആണ് പലരും പല ടൈമിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലാവില്ല. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പോഴത്തെ ഒരു സെഞ്ചുറിയിൽ നമുക്ക് പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യാവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് യുണീക്ക് ബ്ലെൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. പോഡ്കാസ്റ്റുകൾ എന്ന് പറയുന്നത്, ഞാൻ ആസ് എ സെഡ് ഏർലിയർ, എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇത് രണ്ടും കൂടി യുണീക്ക്ലി ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോഡ്കാസ്റ്റുകളുടെ പല പ്രോഗ്രാംസും, പല പോഡ്കാസ്റ്റ് പ്രോഗ്രാംസും പല സീരീസുകളും പല എപ്പിസോഡ്സുകളും വരുന്നുണ്ടാവുക. സോ നമുക്ക് ഇൻഫർമേറ്റീവും എഡ്യൂക്കേറ്റീവും ആയിരിക്കും സെയിം ടൈം. ഇൻഫർമേറ്റീവും ആണ്, എൻ്റർടൈൻമെൻറ്റും ആണ് കേട്ടോ. മേക്കിംഗ് ദം പെർഫെക്റ്റ് ഫോർ എൻഹാൻസിങ് യുവർ ഇംഗ്ലീഷ് ലിസണിങ് സ്കിൽസ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു പെർഫെക്റ്റ് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ യുണീക്ക് ബ്ലെൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. എൻ്റർടൈൻമെൻറ്റ് മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ്മെൻറ്റ് മാത്രം നടക്കത്തില്ല അല്ലേ. പക്ഷേ എഡ്യൂക്കേഷൻ മാത്രം പോയി കഴിഞ്ഞാൽ സംടൈംസ് വി ഫീൽ എ ലിറ്റിൽ ഡ്രൈ ആൻഡ് വി ഫീൽ ബോർഡ് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരേ കാര്യം തന്നെ കൺസിസ്റ്റൻ്റ്ലി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും കാര്യമായിരിക്കും നടക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ, ഓൾട്ടർനേറ്റീവായിട്ട് വരുമ്പോൾ, മിക്സ് ചെയ്ത് വരുമ്പം സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോക്കസ് കൂടും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മുടെ ഇൻട്രസ്റ്റ് കൂടും, നമ്മൾ ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത് കൂടും. സോ ഇതുവഴി യു ക്യാൻ ഇംപ്രൂവ്, you can enhance your English listening skills. Okay, സോ ദാറ്റ്സ് എ പോയിൻ്റ് ഓഫ് പോഡ്കാസ്റ്റ് ലിസണിങ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോഡ്കാസ്റ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പോഡ്കാസ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോഡ്കാസ്റ്റുകളുടെ ഒരു വൈ പോഡ്കാസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് പോഡ്കാസ്റ്റ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പോഡ്കാസ്റ്റുകൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൈ യു ആർ യൂസിങ് പോഡ്കാസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത്. ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് റിയൽ ലൈഫ് ലാംഗ്വേജ് യൂസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത്
ഒട്ടും ഡ്രാമാറ്റിക് അല്ല, തിയററ്റിക്കൽ അല്ല, റിയൽ ലൈഫിൽ നമ്മളൊരു ഫോമൽ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആ രീതിയിലുള്ള ലാംഗ്വേജാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് പ്രൊനൗൺസിയേഷൻ വിൽ ബി എ നാച്ചുറൽ, ഒട്ടും ഡ്രാമാറ്റിക് ആയിട്ടുള്ളതല്ലാത്ത നാച്ചുറൽ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. ആൻഡ് ഇൻ കേസ് ഓഫ് എവറിഡേ എക്സ്പ്രഷൻ, അവർ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ, അവരുടെ ലാംഗ്വേജിൻ്റെ ടോണൽ വേരിയേഷൻസ്, അതായത് ഇൻറ്റനേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം എവറിഡേ സിനാരിയോസുമായിട്ട്, ഐ മീൻ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ സിനാരിയോസുമായിട്ട് അല്ലേ, നമ്മൾ ഫോമൽ ആൻഡ് പ്രൊഫഷണൽ ലാംഗ്വേജിലാണ് അത് പോകുന്നത്. ആൻഡ് ആക്സെൻറ്റ്, സോ നമ്മൾ OET ലിസണിങ്ങിൽ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് ആക്സെൻറ്റ്സ് എന്നുള്ളത്. ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് 160 ആൻഡ് എബോവ് ആക്സെൻറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോർ OET ലിസണിങ് നമ്മൾ ബ്രിട്ടീഷ് ആക്സെൻറ്റ്, അമേരിക്കൻ ആക്സെൻറ്റ്, ഓസ്ട്രേലിയൻ ആക്സെൻറ്റ്, സൗത്ത് ആഫ്രിക്കൻ ആക്സെൻറ്റ്, ഐറിഷ് ആക്സെൻറ്റ്, ന്യൂസിലൻഡ് ആക്സെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ ആക്സെൻറ്റ്സ് നമുക്ക് ആ പാറ്റേൺ ഇംഗ്ലീഷ് OET നടത്തുന്ന എക്സാംസിൽ ഇങ്ങനെയുള്ള പാറ്റേൺ ഓഫ് ആക്സൻസ് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് ഫോർ എവറി പാർട്സ് നമ്മൾ കാണുന്നുണ്ട്. സോ ഈ ആക്സൻസിലൊക്കെ നമുക്ക് ഫെമിലിയറിറ്റി വേണം അല്ലേ. ആസ് യു നോ, പല ആക്സൻസിലും പല രീതിയിലാണ് പല ടേംസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അമേരിക്കൻ ആക്സെൻറ്റിൽ യൂസ് ചെയ്യുന്ന ടേം ആയിരിക്കില്ല ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ആക്സെൻറ്റിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് പോലെയല്ല ഒരു വേർഡ് ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ആൻഡ് അഫ് കോഴ്സ് ദ സ്പീഡ് ഓൾസോ, അവർ സംസാരിക്കുമ്പോഴുള്ള ഇൻ്റർനേഷൻ്റെയും സ്പീഡിൻ്റെ ഒക്കെ വേരിയേഷൻസ് വരാറുണ്ട്. സോ ഇതൊക്കെ ഫെമിലിയർ ആയി കഴിഞ്ഞാലേ നമ്മൾ ഒരൊറ്റ ആക്സെൻറ്റ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറ്റ ആക്സെൻറ്റിലുള്ള സ്കിൽസ് മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവത്തുള്ളൂ. പക്ഷേ എക്സാമിന് നിങ്ങളുടെ ഒരു ഓഡിയോയിൽ 40 മിനിറ്റ്സുള്ള ഓഡിയോയിൽ അത്രയും എക്സ്ട്രാക്ട്സിൽ പല ആക്സൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ പല ആക്സൻസുമായിട്ട് എക്സ്പോഷർ വേണം. സോ ആക്സൻസിൽ എക്സ്പോഷർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് വേരിയിങ് റേറ്റ്സ് ഓഫ് സ്പീച്ചിൻ്റെ വേരിയേഷൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഈ ആക്സൻസിലും വരുന്നത്. ഓക്കെ, സോ ഇപ്പം ആക്സൻസിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇത് സംസാരിക്കുന്ന ഒരു നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോഴും അവർ യുണീക്കായിട്ട് ഒരു പാറ്റേണിലാണ് സംസാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പം നമുക്കറിയാലോ, നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പം ഓരോ ശൈലിയുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ അതാണ് റേറ്റ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പം നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്പീച്ച് ലിസൺ ചെയ്യുന്നതോടുകൂടി അവർ ഓരോരുത്തരുടെയും ആ ഒരു സ്പീച്ച് റേറ്റ്സ് നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് അല്ല, നമ്മുടെ മദർ ടങ്ങിലുള്ള സ്പീച്ച് കേട്ടിട്ട് കാര്യമില്ല, അല്ല മദർ ടങ് ഇൻഫ്ലുവൻസോട് കൂടിയിട്ടുള്ള സ്പീച്ച് കേട്ടിട്ട് കാര്യമില്ല. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്പീച്ച് ലിസൺ ചെയ്താലേ നമുക്ക് ആ ഒരു ലാംഗ്വേജുമായിട്ട് എക്സ്പോഷർ കൂടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആക്സൻസ് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങളെ പോഡ്കാസ്റ്റ് ലിസണിങ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യു ക്യാൻ ലിസൺ പോഡ്കാസ്റ്റ് ഇൻ എനി ടൈം അല്ലേ. നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സമയത്ത് വേണേലും നമുക്ക് എന്ത് ചെയ്യാം, പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യാം. നമുക്ക് ഏത് സമയത്തിലും എക്സ്ട്രീംലി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പോഡ്കാസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ നമുക്ക് എപ്പോൾ വേണേലും യു ക്യാൻ ലിസൺ പോഡ്കാസ്റ്റ് ഇൻ യുവർ കുക്കിംഗ് ടൈം, ഇൻ യുവർ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ, അപ്പോൾ ഈ ടൈമിലൊക്കെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് പ്ലേ ചെയ്തിട്ട് അത് ലിസൺ ചെയ്തുകൊണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. സോ യു ആർ ഗെറ്റിംഗ് മാക്സിമം എക്സ്പോഷർ. മനസ്സിലാവുന്നുണ്ട്? ഇതിലൂടെ നിങ്ങൾ ഡെയിലി അപ്പോൾ ഓരോ പോഡ്കാസ്റ്റ് കേൾക്കുന്ന വഴി നിങ്ങൾ അത്രയും എക്സ്പോഷറാണ് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോഷർ കൂട്ടാം. യെസ് അനു, ഗുഡ് മോർണിംഗ്. ശിവ വാസു ആസ്കിങ് ഗുഡ് മോർണിംഗ്. പാർട്ട് C too difficult during exam time, but practicing time I got good marks. Yes, okay, I hope you have completed your exam, I think. And practice ടൈമിൽ ഗുഡ് മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനകത്ത് പ്രാക്ടീസ് മെറ്റീരിയൽസ് എക്സാം ഓറിയൻറ്റഡ് ആവില്ല എന്നൊരു കൺക്ലൂഷനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ എക്സാം ഓറിയൻറ്റഡ് പ്രാക്ടീസ് മെറ്റീരിയൽസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് പാരഫ്രൈസ്ഡ് ആയിട്ടുള്ള, സോ നമ്മുടെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ പാർട്ട് സിയിലേക്ക് വരുമ്പം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുക. അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന പാരഫ്രൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ ശിവ, ഐ ഹോപ്പ് you understood what I said. And Anu Jomi, hi, good morning. Srija, Anu, hi, good morning. Okay, സോ നമ്മൾ ഫ്ലെക്സിബിലിറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് അസസ് ചെയ്യാം.
ആൻഡ് എന്ത് ടോപ്പിക്ക് വേണേലും, അതാണ് ഫ്ലെക്സിബിലിറ്റിയിൽ മെയിൻ കണ്ടന്റ്. ഏത് സമയത്ത് എന്ത് ടോപ്പിക്ക് വേണേലും നമുക്ക് ലിസൺ ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോണർ അല്ലേ. ഇപ്പോൾ ഒരു മൂവി എടുത്താലും അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജോണർ മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ളൊരു ജോണർ, സ്പിരിച്വൽ ആയിക്കോട്ടെ, ഇൻഫർമേറ്റീവ് ആയിക്കോട്ടെ, സയൻസ് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിയൽ ലൈഫ് സിൻ, അങ്ങനെ മോട്ടിവേഷണൽ ആയിക്കോട്ടെ. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലിസൺ ചെയ്യാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ, അങ്ങനെയില്ല, ഫിക്സ്ഡ് അല്ല. അത് കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ് നിങ്ങൾക്ക് ഒരു നോളജ് തരുന്നതിൽ. ഓക്കെ, അപ്പം ഒരുപാട് ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഡിസഗ്രി ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കുറേ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടോപ്പിക്സുകൾ പോഡ്കാസ്റ്റിൽ ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഇൻ ഡെപ്ത് ലേണിംഗ്. ഓക്കെ, ഇൻ ഡെപ്ത് ലേണിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യാണ് എബൌട്ട് ഡിപ്രഷൻ ഓർ ക്യാൻസർ ഓർ ADHD, അങ്ങനെ ഒരു കണ്ടീഷനെ പറ്റിയിട്ടുള്ള പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുമ്പം ഇതിനകത്ത് ആ കണ്ടീഷൻ്റെ പറ്റിയിട്ടുള്ള എന്താണ്, അതിൻ്റെ ജനറൽ സിംറ്റംസ് എന്താണ്, അതിൻ്റെ തിയോളജി എന്താണ്, അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ്, ഇൻ കേസ് ഓഫ് എപ്പിഡമിക് ആണെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഇതിൻ്റെ പ്രോഗ്നോസിസ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ്സ് എത്രയാണ്, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുന്നതിലൂടെ ഒരൊറ്റ എപ്പിസോഡ്സിൽ തന്നെ കിട്ടുന്നത്. സോ ഇൻ ഡെപ്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ത്രൂ പോഡ്കാസ്റ്റ് ലിസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമുക്കുള്ള ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം പോഡ്കാസ്റ്റുകൾ എന്ന് പറയുമ്പോൾ മോണോലോഗ്സ് മാത്രമാവില്ല, ഡയലോഗ്സ്, അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട്, ഡിസ്കഷൻസ് ആയിട്ടൊക്കെയുള്ള പോഡ്കാസ്റ്റുകളുണ്ട്. സ്പീച്ച് മാത്രമല്ലത്, 1% സ്പീച്ച് മാത്രമോ 1% പ്രസൻറ്റേഷൻ മാത്രമല്ല അവിടെ വരുന്നത്. ഡയലോഗ്സ്, ഡിസ്കഷൻ, അങ്ങനെയുള്ള ക്ലാസ്സസ്, ഇൻ്റർവ്യൂസ് ഒക്കെ പോഡ്കാസ്റ്റിൽ വരാം. സോ യു ക്യാൻ ലിസൺ ടു വേരിയസ് കൈൻഡ്സ് ഓഫ് പേഴ്സൺസ് ഒപ്പീനിയൻ, എഗ്രിമെൻറ്റ്സ്, ഡിസഗ്രിമെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ നോളജുമായിട്ട് ഇതിന് എന്തോരം ഡിഫറൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ നോളജിലേക്ക് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുവാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് പോഡ്കാസ്റ്റ് ലിസണിങ്ങിന് ഉണ്ട്. ഓക്കെ, സോ ഐ എം മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്, ഹൗ ടു സ്റ്റാർട്ട് പോഡ്കാസ്റ്റ് ലിസണിങ്. എങ്ങനെയാണ് പോഡ്കാസ്റ്റ് ലിസണിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആസ് ആൻ OET ആസ്പിരൻസ് ഓർ ആസ് ആൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ടിജൂസ് അക്കാഡമി ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ കോഴ്സ് OET, IELTS, PT, അപ്പം അങ്ങനെ ഒരുപാട് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ കോഴ്സസിനെല്ലാം നിങ്ങൾക്ക് ബേസിക്കായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കിൽസ് അല്ലേ വേണ്ടത്. സോ ആസ് എ ഫാക്കൽറ്റി ഫ്രം ഇംഗ്ലീഷ് ഫ്രം ടിജൂസ് അക്കാഡമി, സോ മൈ സജഷൻ ഇസ് ടു സ്റ്റാർട്ട് ലിസ്ണിംഗ് പോഡ്കാസ്റ്റ്. ഓക്കെ, ആസ് എൻ ഇംഗ്ലീഷ് ലേണർ, നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ലേണർ ആണെങ്കിൽ, ലാംഗ്വേജ് ലേണർ ആണെങ്കിൽ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ലേണിംഗ് ഫേസിൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഹൗ ടു സ്റ്റാർട്ട് പോഡ്കാസ്റ്റ് ലിസണിങ്. സോ ഇനിഷ്യലി യു ഹാവ് ടു ചൂസ് എ പ്ലാറ്റ്ഫോം. ഏതാണ് നിങ്ങൾക്ക് പോഡ്കാസ്റ്റിന് നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത് ചൂസ് ചെയ്യുക. നമുക്ക് ആപ്പിൾ പോഡ്കാസ്റ്റ് ഉണ്ട് ഐഫോൺ യൂസേഴ്സിന്, സ്പോട്ടിഫൈ ഉണ്ട്, ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ട്, ആൻഡ് സ്റ്റിച്ചർ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടും നമുക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്കിത് അസസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിൻ്റെ അസസ് നമുക്ക് വേണമെങ്കിൽ സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ഈ ആപ്സ് ഡൗൺലോഡ് ചെയ്യാം, ഓർ ഇതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് പോയി വിസിറ്റ് ചെയ്യാം. അങ്ങനെയാണ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇതിലേതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുശേഷം ഇതാണ് പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസാണിത് കേട്ടോ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ആസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ഈസ് സെർച്ച് ഫോർ ടോപ്പിക്സ്. ഓക്കെ, എന്താണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള, നമ്മുടെ ലേണിങ്ങിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് സെർച്ച് ചെയ്യുക. ആസ് ആൻ OET ആസ്പിരൻറ്റ്,
OET ആസ്പിറൻസിനോടാണ് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സിന് നിങ്ങൾക്ക് ജനറലി ഉള്ള ടോപ്പിക്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആസ് ആൻ OET ആസ്പിറൻറ്റ്, OET ലേണർ ഓർ ആൻ OET ലിസണിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടത് മെഡിക്കൽ ഇംഗ്ലീഷ് ഓർ ഹെൽത്ത് കെയർ കോൺവെർസേഷൻസ്, മെഡിക്കൽ ലാംഗ്വേജിലുള്ള ഹെൽത്ത് കെയർ കോൺവെർസേഷൻസും ഹെൽത്ത് കെയർ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളിൽ കൂടുതൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, വൺസ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ടോപ്പിക്കിൽ അങ്ങ് ഇപ്പം നമുക്ക് എന്താണ് കുറച്ച് ഒന്ന് എക്സ്പോഷർ കിട്ടണം. ഓക്കെ, ഇപ്പം മെഡിക്കൽ ലാംഗ്വേജിലൊക്കെ അപ്പോൾ അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് നമുക്ക് കേൾക്കാം. മെഡിക്കൽ ഇംഗ്ലീഷിൽ തന്നെ, മെഡിക്കൽ ലാംഗ്വേജിൽ തന്നെ ഫോമൽ ആയിട്ടുള്ളതും, പിന്നെ ഹെൽത്ത് കെയർ കോൺവെർസേഷൻസ് ആണെങ്കിൽ പേഷ്യൻറ്റുമായിട്ടുള്ളതാണെങ്കിൽ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജിലും ഒക്കെയുള്ള കോൺവെർസേഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ടോപ്പിക്സ് സെർച്ച് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ലിസൺ ടു എ ഫ്യൂ എപ്പിസോഡ്സ്. ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ഒന്ന് കേൾക്കണം. ഓക്കെ, ഒരു പോഡ്കാസ്റ്റിൽ തന്നെ നിങ്ങൾ കേൾക്കുന്ന ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. മനസ്സിലായോ? ഡിഫറെൻ്റ് ആയിട്ടുള്ള സീരീസുകളും എപ്പിസോഡ്സുകളും പ്രോഗ്രാംസുകളും ഒക്കെ നമ്മൾ പോയി കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചൂസ് ചെയ്യണം. ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സീരീസ് ചൂസ് ചെയ്യണം. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതൊക്കെ കേൾക്കാം. പക്ഷേ വാട്ട് മൈ സജഷൻ ഈസ് നമ്മൾ എല്ലാം കേൾക്കണം. നമുക്ക് ഒരു വാസ്റ്റ് ഏരിയ എന്നുള്ള ഹെൽത്ത് കെയർ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടോപ്പിക്സ് ആണ് നിങ്ങളുടെ എക്സാമിന് വരുന്നതെങ്കിൽ തന്നെയും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസിനുള്ളെങ്കിൽ തന്നെയും അതിൽ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സുമായിട്ട് നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടണമെങ്കിൽ കുറേ എപ്പിസോഡ്സും കുറേ സീരീസും നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് നോക്കുക, നിങ്ങൾ ഏതാണ് ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്നുള്ളത്. അപ്പം നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബെസ്റ്റ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂട്ടുക ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങൾ ഡെയിലി കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പോഷർ കൂടുതലും കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ പറ്റിയിട്ട് അങ്ങനെയുള്ള കോൺവെർസേഷൻസും അങ്ങനെയുള്ള ടോപ്പിക്സിൻ്റെ ഡിസ്കഷനും കേൾക്കാനായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം, അല്ലേ? അതുപോലെ തന്നെയാണ് പൾമനോളജി, കാർഡിയോളജി, ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലേ, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് എപ്പോഴും ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ആസ് എ നേഴ്സ് എന്ന് പറയുമ്പോൾ, ആസ് എ ഹെൽത്ത് വർക്കർ, നേഴ്സ് അല്ല, ആസ് എ ഹെൽത്ത് വർക്കർ നമ്മുടെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയോളജിസ്റ്റ് ആയിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ആ ഒരു ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഇത് കാണുന്നതുകൊണ്ട്, പോഡ്കാസ്റ്റ് കേൾക്കുന്നത് കൊണ്ട് യാതൊരു ഇഷ്യൂസ് ഇല്ല. നമ്മുടെ ഇൻട്രസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ, നമ്മുടെ ലേണിംഗ് കൂട്ടും. ഓക്കെ, നമ്മുടെ ടൈം കൂട്ടും, നമുക്കൊരു ഹാപ്പി ലേണിംഗ് ആയിരിക്കും അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കത്തില്ലേ? അപ്പോൾ അത് കൂട്ടുക. അപ്പം ഒരു ലേണിംഗ് ഒരു ജോയ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഈ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർ ഫോളോ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വൺസ് യു ഹാവ് ഫൗണ്ട് എ ഗുഡ് പോഡ്കാസ്റ്റ്, എ ഫേവറബിൾ, എ കംഫർട്ടബിൾ, ഓർ ദിസ് ഈസ് ദ ബെസ്റ്റ് ഫോർ മീ, ദിസ് ഈസ് ദ ബെസ്റ്റ് പോഡ്കാസ്റ്റ് ഫോർ മീ, അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് കൊണ്ടുപോകാം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പോഡ്കാസ്റ്റ് ലിസണിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് OET ലിസണിങ്ങിലേക്ക് നിങ്ങളുടെ OET പ്രിപ്പറേഷനിലേക്ക് നിങ്ങളുടെ the slight mistake in the text. This is OET, കേട്ടോ. Sorry for the mistake. This is OET preparation. Okay, നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് OET പ്രിപ്പറേഷനിൽ എങ്ങനെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഹൗ ടു ഇൻകോർപ്പറേറ്റ് പോഡ്കാസ്റ്റ് ലിസണിങ് ഇൻ യുവർ OET പ്രിപ്പറേഷൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ഫെമിലിയർ ടോപ്പിക്. ആസ് ഐ സെഡ് ഏർലിയർ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഫെമിലിയറിറ്റി എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് എല്ലാ സെഷനിലും പറയുന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം ഇനിഷ്യലി ചെയ്യുമ്പം നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഡീൽ ചെയ്യുന്നതല്ല, അതിനകത്ത് നമുക്കൊരു ഫെമിലിയറിറ്റി ഏതെങ്കിലും ഒരു ഏരിയയിൽ ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളത് നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോഡ്കാസ്റ്റിൻ്റെ ടോപ്പിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് നേഴ്സാണെങ്കിൽ ക്യാൻസർ ടോപ്പിക്സുകളായിരിക്കും അവരുടെ ഫെമിലിയർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ആണല്ലോ?
യെസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള ടോപ്പിക്സ് ചൂസ് ചെയ്യുക. ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സിൽ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. വൺസ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ലിസണിങ് എന്താണ് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ടോപ്പിക്ക് ഷിഫ്റ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ ആസ് എ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് നേഴ്സ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലിസണിങ്ങിൻ്റെ പ്രാക്ടീസ് അല്ല, അല്ലെങ്കിൽ ലിസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അതിനകത്ത് ഇഷ്ടംപോലെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. സോ ഡിഫറെൻറ്റ് ടോപ്പിക്കിലേക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യുക. അടുത്തതാണ് അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ്സ് പോവുക എന്നുള്ളതാണ് കേട്ടോ. ട്രാൻസ്ക്രിപ്റ്റ് റീഡിങ്, യൂസ് ട്രാൻസ്ക്രിപ്റ്റ് അറിയാലോ, സ്ക്രിപ്റ്റ്. ഇത് വായിക്കുക. ആ പോഡ്കാസ്റ്റിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് കൂടെ വായിച്ചു പോകുന്നത് ഇറ്റ് വിൽ ബി ബെനഫിഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് മനസ്സിലാക്കാനും അതുവഴി നിങ്ങളുടെ വേർഡ്സിൻ്റെ റെക്കഗ്നിഷൻ മനസ്സിലാക്കാനും ഒക്കെ. അതായത് ഓരോ വേർഡ്സും എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വേർഡ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വഴി, അതിൻ്റെ യൂസേജ് വഴി, അതിൻ്റെ മീനിങ് വഴിയാണ് ആ വേർഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ ട്രാൻസ്ക്രിപ്റ്റ് റീഡിങ് നിങ്ങളുടെ വേർഡ് റെക്കഗ്നിഷൻ കൂട്ടും. അതുവഴി ആ ഒരു ഇൻഫർമേഷൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യും. മനസ്സിലായോ? പെട്ടെന്ന് അത് അസസ് ചെയ്യാനുള്ള, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള നിങ്ങളുടെ സ്കിൽസിനെ, എബിലിറ്റീസിനെയൊക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യും. ആക്സൻസ് മനസ്സിലാക്കും. ഇതൊക്കെയാണ് ട്രാൻസ്ക്രിപ്റ്റ് റീഡിങ് ഈ രീതിയിലാണ് ബെനഫിഷ്യൽ ആവുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ആക്റ്റീവ് ലിസണിങ് ഇസ് ദ കീ. എല്ലാവരും പറയും OET ലിസണിങ്ങിൽ ആക്റ്റീവ് ലിസണിങ് ഇല്ല. ഓഫ് കോഴ്സ് അല്ലേ, നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതേ ഉള്ളൂ, അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെ റെസ്പോണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത് യു ക്യാൻ പ്രാക്ടീസ് വൈൽ പോഡ്കാസ്റ്റ് ലിസണിങ്. അതായത് ആസ്ക് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ്. ഒരു ഡേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയാണ് വരുന്നത്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ, വാട്ട്സ് യുവർ എഗ്രിമെൻറ്റ്, ഓർ ഡു യു ഹാവ് എനി ഡിസഗ്രിമെൻറ്റ്സ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഡിബേറ്റ്സ് ഒക്കെ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ട് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആ കീ. നിങ്ങൾ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ക്വാളിറ്റീനെ ഈ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ആസ് ദി ഫോർത്ത് സ്റ്റെപ്പ് യു ക്യാൻ സമ്മറൈസ് വാട്ട് യു ഹാവ് ഹേർഡ്. നമ്മൾ കേട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഓക്കെ, ഇത് ഇപ്പോൾ പാരഫ്രൈസിങ്, റീഫ്രൈസിങ് പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ് റീഡിങ്ങിലും അത് തന്നെയാണ്, പാരഫ്രൈസിങ്ങും റീഫ്രൈസിങ്ങും ഒക്കെ അതുപോലെ തന്നെയാണ് സമ്മറൈസ് ചെയ്യുക എന്നുള്ളത്. സമ്മറൈസ് ചെയ്യുന്നത് ഇത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്. ഈ സമ്മറൈസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അത്രയും നേരം കേട്ട കാര്യങ്ങളെ നമ്മൾ റീകോൾ ചെയ്യുവാണ്. ഒരു പാരഗ്രാഫ് നിങ്ങൾ കേട്ടു, അത് നിങ്ങൾ സമ്മറൈസ് ചെയ്യണമെങ്കിൽ ആ ഫുൾ പാരഗ്രാഫും ഒന്നും കൂടി റീകോൾ ചെയ്ത്, റെക്കഗ്നൈസ് ചെയ്ത്, അതിൻ്റെ വേർഡ്സൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് നിങ്ങളത് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ മെമ്മറി. ഇത് നിങ്ങളുടെ മെമ്മറി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും, സമ്മറൈസ് ചെയ്യുക എന്നുള്ളത്. റീകോളിങ് മെമ്മറി കൂട്ടും, അപ്പോൾ റീസെൻറ്റ് മെമ്മറി കൂട്ടും. ഇതുവഴി നിങ്ങൾക്കൊരു കാര്യം, നിങ്ങൾ വായിക്കുന്ന ഡേറ്റ, കേൾക്കുന്ന ഡേറ്റ മറന്നു പോവില്ല വൈൽ യു ആർ പ്രോസസ്സിങ് സംതിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു എബിലിറ്റി കൂട്ടും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, സമ്മറൈസ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് കൺസിസ്റ്റൻസി ഇസ് ക്രൂഷ്യൽ ഫോർ എവ്രി ലേണിംഗ് എന്ന് പറയുമ്പോൾ, എവ്രി ലേണിങ്ങിനും കൺസിസ്റ്റൻസി എന്നത് ഈ കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മേക്ക് ഇംഗ്ലീഷ് ലേണിംഗ് ആസ് യുവർ ഹാബിറ്റ്. ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളത് ഒരു ഹാബിറ്റായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മെയിനായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈനലി വൺസ് യു ആർ റെഗുലർലി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ യു ക്യാൻ മിക്സ് ഇറ്റ് അപ്പ്. അതായത് ടോപ്പിക്സുകൾ മിക്സപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾ പോഡ്കാസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളാണ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റിലേക്ക്, ഇതിനെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കിതിനെ മിക്സ് ചെയ്യാം. ബിക്കോസ് ഒരേ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരേ ടോണിൽ പോകണ്ട. എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം നിങ്ങൾ മെഡിക്കൽ കണ്ടു, ഫോമൽ കേട്ടു, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഫോമലായിട്ടുള്ള എഡ്യൂക്കേറ്റീവ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിസൺ ചെയ്താൽ കുറച്ച് ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം കുറച്ച് ഫണി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഫണി ആയിട്ടുള്ള എൻജോയ്മെൻറ്റ് തരുന്ന എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഒരു ബോർഡം ഫീൽ ചെയ്യത്തില്ല. അപ്പം മനസ്സിലായോ, നമ്മുടെ ബോർഡം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആ ബോർഡം കട്ട് ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ ഒരു അനാലിസിസ് ആണ്, നമ്മൾ സ്വന്തമായിട്ട് അത് കൺസിഡർ ചെയ്ത് ചെയ്യേണ്ടതാണ്. സോ ദിസ് വിൽ ഓൾസോ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽസ്. അതായത് നിങ്ങൾ അറ്റ് ദ സെയിം ടൈം മെഡിക്കൽ ആൻഡ് ഫോമൽ ലാംഗ്വേജുമായിട്ട് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു കാഷ്വൽ ലാംഗ്വേജ് എക്സ്പീരിയൻസും കൂടിയാണ് അവിടെ ഇംപ്രൂവ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളത് OET പ്രിപ്പറേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്റ്റാർട്ട് വിത്ത് ഫെമിലിയർ ടോപ്പിക്സ്, സെക്കൻഡ് വൺ ഇസ് യൂസ് ട്രാൻസ്ക്രിപ്റ്റ്, തേർഡ്
one is active listening is the key, and the fourth one is summarize what you have heard, and the fifth one is consistency, sixth one is mix it up. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് OET ലിസണിങ്ങിൻ്റെ പ്രിപ്പറേഷനിൽ പോഡ്കാസ്റ്റ് ലിസണിങ് എന്നുള്ളൊരു ആക്ടിവിറ്റി നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണം, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പാറ്റേൺ വേണം. വേറൊരാളെ നിങ്ങൾ മിമിക് ചെയ്യുന്നതിലോ വേറൊരാളെ നിങ്ങൾ കോപ്പി ചെയ്യുന്നതിലോ അല്ല മീനിങ്. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്സ് അറിയാം, നമ്മുടെ വീക്ക്നെസ്സസ് അറിയാം, നമ്മളെ 100% അറിയാവുന്നത് നമുക്ക് മാത്രമാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്സ് മനസ്സിലാക്കി നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു പാറ്റേൺ, നമ്മുടെ ഒരു ലേണിംഗ് പാറ്റേൺ, നമ്മുടെ ഒരു സ്റ്റഡി പാറ്റേൺ, നമ്മുടെ ഒരു സ്കെഡ്യൂളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? അതിനനുസരിച്ച് അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയാണ് ആ ഷെഡ്യൂൾ പോകേണ്ടതെന്നുള്ളതിൻ്റെ ഒരു അഡ്വൈസ് മാത്രമാണ്, ഒരു ടിപ്പ് മാത്രമാണ് ഇത് പോകുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയുള്ളൊരു ഒരു ഇൻഫർമേഷനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? സോ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു പാറ്റേൺ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ആലോചിക്കുക, ഈ സ്റ്റെപ്സ് മനസ്സിൽ വേണം. ഓക്കെ, നിങ്ങളാണ് നിങ്ങളുടെ ടൈം ടേബിളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റെപ്സ് മറന്നു പോകണ്ട. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്യൂ റെക്കമെൻഡേഷൻസ് ആണ്. OET ഒഫീഷ്യൽ റെക്കമെൻഡേഷൻസ് ആണ് ഇത്. OET ഒഫീഷ്യൽസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന, OET ആസ്പിറൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് പോഡ്കാസ്റ്റ് ആണ്. യു ക്യാൻ റൈറ്റ് എ നോട്ട് അബൌട്ട് ദിസ് ഓർ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ്. ഓക്കെ, ഇത് സൂക്ഷിച്ച് വെച്ചേക്കുക. ഈ പ്രോഗ്രാംസ് മാക്സിമം ലിസൺ ചെയ്യുക. അതായത് ഹെൽത്ത് കെയർ റിലേറ്റഡ് പോഡ്കാസ്റ്റ് ആണിത് കേട്ടോ. മെയിനായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, മെഡിക്കൽ ലാംഗ്വേജ്, ഹെൽത്ത് കെയർ റിലേറ്റഡ് ടോപ്പിക്സ്, ഇതൊക്കെയുള്ള പോഡ്കാസ്റ്റുകളാണ് നമ്മൾ ലിസൺ ചെയ്യേണ്ടതെന്നുള്ളത്. മെയിനായിട്ടും UK, ഇത് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ആക്സൻ്റ് ആണ്. സ്വൂജിൻ്റെ OET എക്സാം പോഡ്കാസ്റ്റുകൾ വിൽ ബി ബെനഫിഷ്യൽ ഫോർ യുവർ പ്രിപ്പറേഷൻ. ഓക്കെ, ഇതിനകത്ത് ജനറൽ കാര്യങ്ങളാണ് റിഗാർഡിങ് OET പ്രിപ്പറേഷൻ, എക്സാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഓൾ ഇൻ ദ മൈൻഡ് ഓസ്ട്രേലിയൻ ആക്സൻറ്റിലാണ് പോകുന്നത്. ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓൾ ഇൻ ദ മൈൻഡിനകത്ത് കൂടുതലും സൈക്കോളജിക്കൽ കോണ്ടൻറ്റുകളാണുള്ളത്, സൈക്യാട്രി സൈക്കോളജിക്കൽ കോണ്ടൻറ്റുകളാണുള്ളത്. ആൻഡ് ഹെൽത്ത് റിപ്പോർട്ട് ബിസിനസ് ഓഫ് ഹെൽത്ത് കെയർ USA. ഓക്കെ, അടുത്തത് ഹെൽത്ത് റിപ്പോർട്ട് ഓസ്ട്രേലിയ. നെക്സ്റ്റ് വൺ ഇൻസൈഡ് ഹെൽത്ത് UK, സെക്കൻഡ് ഒപ്പീനിയൻ USA. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആക്ഷൻസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റ് കമ്പനികളുടെയൊക്കെ ഒരു ബ്രോഡ്കാസ്റ്റ് കമ്പനികളും കൺട്രീസുമാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ അതിനകത്തും നിങ്ങൾക്ക് ആക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഡേറ്റ എങ്ങനെയാണ്, ഈ സൈറ്റ്സുകൾ അല്ലെങ്കിൽ ഈ പ്രോഗ്രാംസുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഓർ നോട്ട്. ഇത് OET ഒഫീഷ്യൽ റെക്കമെൻഡേഷൻസ് തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടീച്ചേഴ്സ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഒത്തൻറ്റിക് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും സജഷൻസും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുക, നിങ്ങളെ അറിയിക്കുക, നിങ്ങളെ എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ റെക്കമെൻഡേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വേറെ പോഡ്കാസ്റ്റുകളൊക്കെ ലിസൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ഒന്ന് നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദിസ്. ബട്ട് ഇതിലൊന്ന് ഗോ ത്രൂ ചെയ്ത് ഇതും കൂടി ഒന്ന് ലിസൺ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫണി ആയിട്ടുള്ള കോൺവെർസേഷൻസും അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളും ലിസൺ ചെയ്യാം. അതിനുള്ള എക്സാമ്പിൾസ് ആണിത്. കോൺവെർസേഷൻസ്, ഓണസ്റ്റ്ലി, ദിസ് അമേരിക്കൻ ലൈഫ്, മമ മിയ ഔട്ട് ലൗഡ് എന്നൊക്കെയുള്ളത് കുറച്ചും കൂടി കാഷ്വൽ ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ബോർഡം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ ഫൺ എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും നിങ്ങൾ ഒഫീഷ്യലി നമ്മുടെ OET ഒഫീഷ്യൽസ് തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡിസിഷനാണ് അല്ലെങ്കിൽ ലിസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. സോ അത് നിങ്ങളുടെ കുറച്ചുകൂടി നിങ്ങൾ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോഡ്കാസ്റ്റ് ലിസണിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ മെയിനായിട്ടും നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കേണ്ട കാര്യമാണ് ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ്. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട്, റെഗുലറായിട്ട്, പെർസിസ്റ്റൻ്റ് ആയിട്ട്, സസ്റ്റെയിൻഡ് ആയിട്ടുള്ള
പ്രാക്ടീസ് എന്നുള്ളത് മാത്രമേ നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡ്രീം സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ അത് നിർത്തരുത്, ഡെയിലി കേൾക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഫെമിലിയർ അല്ലാത്ത എന്ത് കാര്യം ഇനിഷ്യലി ചെയ്താലും സ്ട്രഗ്ലിംഗ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു കാര്യം നമ്മൾ ഫസ്റ്റ്ലി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി സ്ട്രഗ്ലിംഗ്. സെക്കൻഡ് ഡേയും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം, സ്ട്രഗ്ലിംഗ് ആയിരിക്കും. തേർഡ് ഡേയും നമ്മൾ അറ്റൻഡ് ചെയ്യും, അതും സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അത് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്താണ് യു ബിക്കം എക്സ്പേർട്ട്. മനസ്സിലാവുന്നുണ്ടോ? യു ബിക്കം ആൻ എക്സ്പേർട്ട്, യു ബിക്കം പ്രൊഫഷൻ യൂസർ, യു ബിക്കം ആൻ അഡ്വാൻസ്ഡ് യൂസർ. ഇങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, കൺസിസ്റ്റൻ്റ്ലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ സ്കിൽസിനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിസ്ട്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ട്രൈ യുവർ സെൽഫ്. മനസ്സിലായോ? നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. വൺസ് നിങ്ങൾ ഫെമിലിയർ ആയി കഴിയുമ്പം യു വിൽ നോട്ടീസ് ദാറ്റ് ദേ വിൽ ഇൻക്രീസ് യുവർ സ്കിൽസ്, ദേ വിൽ ഇൻക്രീസ് യുവർ ടൈം, ദേ വിൽ ഇൻക്രീസ് യുവർ ലാംഗ്വേജ്, ദേ വിൽ ഇൻക്രീസ് യുവർ ഫ്ലുവൻസി, ദേ വിൽ ഇൻക്രീസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി accents and medical information. Okay, that's the point. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് എപ്പോഴും മനസ്സിൽ വെക്കുക. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വാസ് അബൌട്ട് പോഡ്കാസ്റ്റ് ലിസണിങ്. ഓക്കെ, പോഡ്കാസ്റ്റ് ലിസണിങ്ങിനെ സയൻറ്റിഫിക്കലി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് ഫ്രം ദ സ്റ്റാർട്ട് ടു ഓൺഗോയിങ്, അല്ലേ? ഓൺഗോയിങ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതെല്ലാം ഓർക്കുമെന്ന് വിചാരിക്കുന്നു. റെക്കമെൻഡേഷൻസ് ഒക്കെ നോട്ട് ചെയ്തേക്കുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസിനും താങ്ക് യു. ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഇൻ മൈ സെഷൻ. അനു ഹായ്, ഗുഡ് മോർണിംഗ്. ശ്രീജ ഗുഡ് മോർണിംഗ്. അശ്വതി റിസൾട്ട് വന്ന യെസ്, അശ്വതി ഇസ് ആസ്കിങ് റിസൾട്ട് വന്ന ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ഇന്നലെ യെസ്റ്റർഡേ ഒക്കെ ആയിട്ട് ലാസ്റ്റ് എക്സാമിൻ്റെ മാർച്ച് 23rd or 24 ഐ ഗസ് എക്സാം റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട്സ് ഒക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. Okay, and Ashwati really wants to know your results. Okay, Ashwati. Then Vaishak, hi, good morning. Jenny, hi. Shiva Vasu. Yeah, Shiva parts in clear ആയെന്ന് വിശ്വസിക്കുന്നു. Doubts. And we have Babu. Hi, Babu, good morning. Aradi, good morning. Akhil, hi, Akhil, good morning. സോ ഇനി പോഡ്കാസ്റ്റ് ലിസണിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമോ അല്ലെങ്കിൽ ഇതും കൂടി പറഞ്ഞു തരാമോ മാം, അങ്ങനെ എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ റെക്കമെൻഡേഷൻസോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഇൻ ദി കമൻറ്റ് ബോക്സ്. ഐ വിൽ ബി വെരി ഹാപ്പി ടു ഇൻഫോം യു റിഗാർഡിങ് ഇറ്റ്. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. വിഷ് എ ഹാപ്പി ലേണിംഗ്. ഓക്കെ, സോ നമ്മൾ ഹാപ്പിലി ലേൺ ചെയ്ത് പോവുക, നമ്മൾ സ്ട്രഗിൾ ചെയ്യരുത്. സോ വി ആർ എയിമിങ് അറ്റ് യുവർ മെൻ്റൽ ഹെൽത്ത് ഓൾസോ. ഓക്കെ, നമ്മൾ നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്തും മെൻ്റൽ പീസും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ടാണ് എവറി ടൈം ഐ സേ സ്റ്റേ ഫോക്കസ്ഡ് എന്നുള്ളത്. സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ മെൻ്റലി സ്ട്രഗിൾ ചെയ്യാതെ നമ്മൾ ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നും കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈമാണ്. നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ലൈഫിലെ ബെനിഫിഷ്യൽ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈം നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് യൂസ് ചെയ്യുക. ആ രീതിയിലുള്ള കോമ്പൻസേഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. എഫേർട്ട് ഇടുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ടുഡേ. ഹാവ് എ ഹാപ്പി ലേണിംഗ് era. Okay, so thank you so much. Thank you all.